ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിൽ സ്ക്വയർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഓർക്കും ഞാൻ എന്തിനാ ഈ വാഷ് ബേസിൻ്റെ വീഡിയോ ഇങ്ങനെ എടുക്കുന്നതെന്ന്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ അറിയാം. ഇവിടെ വാഷ് ബേസിൽ നോക്കിയാൽ നല്ല ചെളിയുണ്ട്, അതുപോലെ ചെളി പിടിച്ച് കറിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഈ വാഷ് ബേസിൻ നമുക്ക് വെറും ഒരു സാധനം കൊണ്ട് നമുക്ക് വെളുപ്പിച്ചെടുക്കാം. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ദിൽ സ്ക്വയർ ചാനൽ ആദ്യമായിട്ടാണെന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം അത് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി നമുക്കിത് ഈ ഒരാളെ മാത്രം മതി. അതായത് ചിലിമ്പിക്ക, ഇലിമ്പിക്ക എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. അത് ഇട്ടിട്ട് ആ ഒരു സാധനം മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് ഈ വാഷ് ബേസിൽ ഒന്ന് തേച്ച് കൊടുത്ത് നോക്കുക ഗൈസ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഈ ചെളി ഇളകുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഇത് മിക്സിയിൽ അരച്ചിട്ട് അത് സ്പ്രേ ചെയ്തിട്ട് തുടച്ചാലും അതിൻ്റെ കറ അല്ലെങ്കിൽ ചെളിയൊക്കെ നന്നായിട്ട് പോകും. അപ്പോൾ അമ്മ ഇത് ഇവിടെ ഇട്ട് നല്ലപോലെ ഇട്ട് ഇങ്ങനെ തേക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇങ്ങനെ വല്ല കറ ഇളകി കിടക്കുവാണെങ്കിൽ ഇത് വാഷ് ബേസ് മാത്രമല്ല, ടൈലേലും തേക്കാം. ടൈലേ വല്ല കറയൊക്കെ ഉണ്ടെങ്കിൽ അതും പോവും. അതുപോലെ തന്നെ പൈപ്പ്, ഇതുപോലത്തെ സ്റ്റീൽ പൈപ്പില്ലേ, അതുപോലത്തെ പൈപ്പിലൊക്കെ തേക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അമ്മ ഇപ്പം നല്ലപോലെ തേച്ച് ഉരച്ച് കഴുകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കാണാൻ നിങ്ങൾ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് തേച്ച് കഴിയട്ടെ. എന്നിട്ട് ഞാൻ നിങ്ങളെ റിസൾട്ട് കാണിക്കാവേ. എന്നിട്ട് ഗൈസ്, നമ്മളിതെല്ലാം വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിക്കളയാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മുമ്പത്തെയും ഇപ്പോഴത്തെയും മാറ്റം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ റിസൾട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ ഗൈസ്. ഞാൻ ആദ്യം കാണിച്ച വാഷ് ബേസിൻ പോലെയല്ല ഇപ്പം. നല്ല പോലെ കറയൊക്കെ പോയി നല്ല വൃത്തിയായിട്ടുണ്ട്. ഇതിപ്പോൾ അമ്മ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് എന്താ പറയുക, തുടച്ചെടുത്തതാണ് കേട്ടോ. ഒരു വെള്ള തുണി കൊണ്ട് തുടച്ചാണ്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ല പുതുപുത്തൻ പോലെ വെളുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.